പാപങ്ങൾ കുമിഞ്ഞുകൂടുന്ന, പാപങ്ങൾ സാധൂകരിക്കപ്പെടുന്ന ഈ ഒരു ലോകത്ത് പാപങ്ങളിൽ വീഴാതെ ജീവിതമാകുന്ന ഓട്ടം പൂർത്തിയാക്കുക എന്നത് അതികഠിനമായ ഒന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപം വെറുമൊരു പ്രവൃത്തിയല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ പ്രവൃത്തികളിലൂടെയോ ചിന്തകളിലൂടെയോ മനോഭാവങ്ങളിലൂടെയോ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്നുള്ള ഏതൊരു വ്യതിചലനവും പാപമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സെന്റ് എവുപ്രാസ്യ ബോയ്സ് അവതരിപ്പിക്കുന്നു കറുത്ത മാലാഖ. കഥാപാത്രങ്ങൾ: ആന്റണി നിവിൻ ഡേവിസ്, ആന്റൺ ആൻവിൻ ബിനോയ്, തോമസ് അമിത് കെ ജോഷി, ജോർജ് ക്രിസ്റ്റോ നിക്സൺ, വരീദ് ജോസഫ് എസ് ചെറുമൽ, യാവേ ഷാജി ജോസഫ്, അസ്രയേൽ ജെറോം ജോൺസൺ. കൊടിമന എന്ന നാട്ടിലെ ഒരു കുഞ്ഞു കെട്ടുകഥയുമായി നിങ്ങൾക്ക് മുന്നിൽ സെന്റ് എവുപ്രാസ്യ ബോയ്സ് അവതരിപ്പിക്കുന്നു കറുത്ത മാലാഖ. മോനെ എന്നെ മനസ്സിലായോ? ആ, ഇപ്പൊ കോണിംഗ് ബെല്ല് അടിച്ച ആളല്ലേ? ആരാ? ഞാൻ ആന്റണിയാണ്. ഇതെന്റെ അനിയൻ ആന്റൺ. ഞാനും നിന്റെ ചേട്ടൻ ജോർജ് കുട്ടിയും ഫ്രണ്ട്സ് ആയിരുന്നു. ഇന്ന് കൊടിമന പെരുന്നാളായ കാരണം അവൻ വീട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനെ അമ്മേനും അച്ഛനും പേപ്പന്റെ വീട്ടിക്ക് കൊണ്ടാക്കാൻ പോയേക്കാ. നിങ്ങള് കേറിയിരി. എന്തത്? അത് കൊതുവിനടിക്കണ ബാറ്റായിരുന്നു, അത് ഓണായിരുന്നു. സോറി. ഞങ്ങളിവിടെ നിന്നോളാം. അതാരാ? അത് ഞങ്ങളുടെ അപ്പാപ്പനാ. ആ, അപ്പാപ്പനാണോ? അപ്പാപ്പ ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നോട് സ്തുതി പറയാൻ ഞാനൊരു പള്ളിയിലച്ഛനാ. ഇവനക്കാരെ വീട്ടിൽ കിട്ടിയത് കടക്ക് പുറത്ത്. സാധാരണ അപ്പന്മാരൊന്നും ഇങ്ങനെയല്ലല്ലോ. അപ്പാപ്പൻ കൊണ്ടെത്തിക്കായിരുന്നു. കൊണ്ടെത്തിക്കുമ്പോ അപ്പാപ്പനെ ശല്യപ്പെടുത്താൻ പാടില്ല. ആ ചേട്ടൻ വന്നല്ലോ. വീട് കണ്ടുപിടിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. നീ പോയി അവർക്ക് വെള്ളം കളിക്കണമെന്ന്. ആ, നീ വന്നാ? ഇതൊക്കെ നിന്റെ കൂട്ടുകാരാവൂലേ? ആ അതെ അപ്പാപ്പ. അപ്പാപ്പന് പരിചയപ്പെടണ്ടേ? ഓ വേണ്ടേ, നിന്റെ കൂട്ടുകാരല്ലേ, പരിചയപ്പെടാതിരിക്കണതാ നല്ലത്. അപ്പാപ്പ എന്നിട്ട് മൂടി പോയിരിക്കണേ. ഭയങ്കര തണുപ്പൊക്കെയല്ലേ മക്കളെ. അപ്പാപ്പന് ഫുൾ ടൈം അവിടെ മൂടി പൊതിച്ച് കൊന്തെത്തിക്കലാ പണി. അപ്പാപ്പൻ പള്ളിയിലൊന്നും പോവാറില്ലേ? നടക്കാതെ ഞാനിങ്ങനെ പള്ളിയിൽ പോവാ മക്കളെ. ഞാൻ ഇവിടെ ഇരുന്ന് കൊന്തെത്തിച്ചോളാം. അല്ല, മക്കള് പള്ളിയിലൊക്കെ പോവാറുണ്ടാ? ഇല്ല. ആ, തോന്നി. അല്ല, മക്കളിപ്പോ എന്താ ചെയ്യണേ? ഞാനിപ്പോ ഇന്റർനെറ്റ് സ്വൈപ്പിംഗ് ആണ് അപ്പാപ്പ. ഓ, വലിയ ജോലിയാണല്ലോ. ഏതാ കമ്പനി? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയൊക്കെ. ആ, നല്ല പരിചയമുള്ള കമ്പനികള്. കണ്ട് പഠിക്കടാ ജോർജ് കുട്ടിയെ. ചേട്ടന്റെ പേര് ജോർജ് കുട്ടി, അനിയന്റെ പേര് തോമസ് കുട്ടി. ബാക്കിയുള്ളവരുടെ പേരൊക്കെ എന്താ? ഞാൻ ജോർജ് കുട്ടി, അനിയൻ തോമസ് കുട്ടി, അപ്പൻ അന്തോണി കുട്ടി, അമ്മ മോളിക്കുട്ടി, അപ്പാപ്പൻ മറിയത് കുട്ടി. ഓ, കൊറേ കുട്ടികളുണ്ടല്ലോ. ആ, അതെന്താന്നറിയോ മക്കളെ, എൻ്റെ അപ്പാപ്പൻ്റെ അപ്പാപ്പൻ്റെ അപ്പാപ്പന് 12 കുട്ടികളുണ്ടായിരുന്നു. അന്ന് മുതല് കുട്ടി എല്ലാവരുടെ പേരിനോടും ചേർക്കും. എന്റെ അമ്മയുടെ പേര് മോളി എന്നായിരുന്നു. ഗസറ്റിൽ കൊടുത്ത് മോളിക്കുട്ടി എന്നാക്കി. ഓ, സീൻ തന്നെ. അല്ലടാ, പെരുന്നാളായിട്ട് അപ്പനമ്മ എന്താ പേപ്പന്റെ വീട്ടിൽ പോയേ? പേപ്പന്റെ വീടും കൊടിമനയിൽ തന്നെയാ. അതാ തറവാട്. അപ്പാപ്പനെ കൊന്തെത്തിക്കണം, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ അപ്പാപ്പനെ കൊണ്ടുപോഞ്ഞേ. എന്തായാലും ഇനിയിപ്പോ അവര് നാളെ കയറുള്ളൂ. നീ കുപ്പിടുക്ക്, ഞാൻ സോഡ ഇടുന്നുണ്ട്. മക്കളെ, ഇതൊന്നും ഇവിടെ നടക്കില്ലാട്ടാ. മാലാഖയുടെ കൈ നടി വേണ്ടെങ്കി ഇതിവിടെ ഇപ്പൊ നിർത്തിക്കോ. എന്തുട്ട് മാലാഖയോ? ആടാ, ഞാൻ എന്റെ ചെറുപ്പം മുതൽ കേൾക്കുന്നതാ. നമ്മൾ പാപം ചെയ്ത ഏതൊരു മാലാഖ നമ്മളെ കൊല്ലുന്നോ അടിക്കുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ വീട്ടിൽ നിന്ന് അടിക്കാൻ പറ്റിയില്ല. മക്കളെ, ഏതൊരു മാലാഖയൊന്നുമല്ല, കറുത്ത മാലാഖയാണ്. അതായത് നമ്മുടെ ദൈവം മനുഷ്യര് പാപം ചെയ്ത അവരെ ശിക്ഷിക്കാൻ ഒരു മാലാഖേനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ മാലാഖയാണെങ്കിൽ പാപം ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഒരു വടി കൊണ്ട് അടിച്ച് കൊല്ലും. ആൾക്കാരിങ്ങനെ ഒരു കരണ്ടില്ലാണ്ട് അടിച്ചു കൊല്ലണ കണ്ടിട്ട് ദൈവം ആ മാലാഖേനെ സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കി. ആ മാലാഖ എന്ന് ചെയ്യണതാണെങ്കിലാ ഈ കൊടിമനയിലും. സാധാരണ ഏലിയൻസ് ഇങ്ങനത്തെ സാധനങ്ങളും അമേരിക്ക അല്ലേ വീഴാറ്? ഇതെന്ത് ഇവിടെ? അതിനതൊക്കെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടൊന്നല്ല വീഴുന്നത്. ഇവിടെയും വീഴാം. ബാക്കി അപ്പാപ്പൻ പറയും. ആ, അന്ന് മുതല് ഈ കൊടിമനയില് ആര് പാപം ചെയ്താലും ആ മാലാഖ ഒന്ന് തല്ലി അവരുടെ നടു ഒടിക്കും. ഇന്ന് ഈ കൊടിമന പെരുന്നാളായിട്ട് നിങ്ങളുടെ പോലെ തല്ലോ കള്ളുകൂടിയോ കണ്ടോ? കാണില്ല. കാരണം എല്ലാവർക്കും മാലാഖനെ പേടിയാ. കൊള്ളാം, നല്ല അടിപൊളി കഥ, സിനിമയാക്കാം. മക്കളെ, ഇത് കള്ളമൊന്നല്ല. എൻ്റെ അപ്പാപ്പൻ്റെ അപ്പാപ്പൻ്റെ അപ്പാപ്പൻ
പണ്ട് വീട്ടിൽ ബാറ്റിക്കൊണ്ടിരുന്നപ്പോ മാലാക വന്ന് അടിച്ചു എന്നൊക്കെയാണ് കേട്ടുകേൾവി. അന്നു മുതല് ആള് കോമയിലായിരുന്നു. അതേത് ഹോസ്പിറ്റല്? ഹോസ്പിറ്റലൊന്നല്ല, കയ്യും കാലും അനക്കാൻ പറ്റാണ്ട് കിടക്കണ അവസ്ഥയെ. നീ കണ്ടിണ്ട ഈ മാലാഖാനെ? ഏയ് ഞാനൊന്നും കണ്ടിട്ടില്ലേ. പിന്നെന്തുട്ടാ, ഞാൻ കുപ്പി പൊടിക്കാൻ പോണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളെന്താന്ന് ചോദിക്കോ. ഓ ശരി അപ്പൂപ്പ. അതെന്തൊരു സൗണ്ട്? കറുത്തമാലാക. ഒന്ന് പോയേടാ. അയ്യോ, കറുത്തമാലാക വരുന്നു, കറുത്തമാലാക. അത് കറുത്ത മാലയും വെളുത്ത മാലയും ഒന്നല്ല, അവൻ വെള്ളം കലക്കി കൊണ്ടുണ്ട. ഓ വെള്ളം കലക്കി കൊണ്ടുവരുന്ന പറഞ്ഞപ്പോ പച്ചവെള്ളത്തിൽ സ്പൂൺ കലക്കി കൊണ്ടുവരുന്ന വിചാരിച്ചില്ല. അത് പച്ചവെള്ളല്ല, ഫിൽറ്റർ വെള്ളാട്ടാ. ചാട്ടനിപ്പോ ഒരു ഗ്ലാസ് എടുക്കാട്ടാ. ഇങ്ങനത്തെ വെള്ളാണെങ്കിൽ എനിക്ക് വേണ്ട, നീ കുപ്പി പൊട്ടിക്കടാ. മക്കളെ, നിന്റെ അനിയനല്ലേ അത്? അവന്റെ മുമ്പിൽ വെച്ച് ഇതൊന്നും ചെയ്യല്ലേ. എന്റെ അനിയനാണെന്നുള്ളൂ, എന്നേക്കാ കൂടുതൽ ബ്രാൻഡൊക്കെ ഇവനറിയാം. എന്റെ തമ്പുരാനെ, ഇപ്പോഴത്തെ തലമുറ. എന്തത്? കറുത്തമാലാക. നീ മിണ്ടാതിരുന്ന്, അത് വവ്വാലാണ്. രാത്രി അല്ലാണ്ട് അവര് പിന്നെ പകല് പറക്കൂ. രണ്ടെണ്ണം അടിച്ച എനിക്ക് പാട്ട് പാടാം. പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടല്ലേ. പാടി. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. കറക്റ്റാ പറഞ്ഞത്. ഇങ്ങോട്ട് പോന്നോ? എന്തത് ഭയങ്കര ശബ്ദം? ഇത് കറുത്തമാലാകിയ. ഇനി നീ കറുത്ത മാലാകാന്ന് പറഞ്ഞ എന്റെ കറുത്ത ചെരുപ്പൂരി ഞാൻ അടിക്കും. അത് പട്ടികളല്ലേ, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടാവും. ആ ഇവന് കാര്യം മനസ്സിലായി, നീ അവനെ പോലെ ചിന്തിക്ക്. എടാ ഞാൻ രണ്ടെണ്ണം അടിച്ചോണ്ട് വന്നു. അവിടെ നിന്ന് രൂപം നിക്കണ പോലെ. ഞാൻ കുടിച്ചിട്ടില്ല, എനിക്കും കാണാണ്ട്. അപ്പച്ചനും അമ്മേച്ചീനും കാണാൻ വന്നാണെങ്കിലേ അവരിപ്പോ ഇവിടെ ഇല്ല, നാളെ വാ. ഈ ചോദിച്ചത് കേട്ടില്ലേ? വാതിലൊക്കെ പൂട്ടിണ്ടല്ലോ, പിന്നെ എങ്ങനെ അകത്തേക്ക് വന്നേ? പെരുന്നാളായിട്ടൊക്കെ കള്ളു കുടിക്കണം. ഉഫ് പുള്ളി ചുട്ടുപഴുത്തിരിക്കാറാ വടി. നീയൊക്കെ കളിയൊക്കെ കറുത്ത മലയാണ്. ഞാൻ ഇങ്ങോട്ട് വാടാ, ശരിയാക്കിയാടാ, വാടാ. അയ്യോ മലക, എനിക്കൊന്നും അറിയണ്ടില്ല, അത് ഉച്ച കളഞ്ഞോളൂ. അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല, നിങ്ങളൊന്ന് കൊല്ലു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ, അപ്പൊ എന്താ ഇങ്ങനെ നോക്കണേ? നമുക്കൊരു ഫോട്ടോ എടുത്താലോ? നമ്മൾ ആദ്യമായിട്ടല്ലേ കാണണേ. തന്റെ ഒക്കെ ഫോട്ടോ ഇപ്പുള്ളവർ അറിയണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഓ തനിക്കത് അറിയില്ലല്ലേ? അപ്പാപ്പാ പൊതുപ്പിനടിയില് ഇപ്പൊ ഇതായിരുന്നല്ലോ പരിപാടി. എന്തൊക്കെയാണുള്ളത്? കള്ള്, പീടി, എന്താ പാൻ മസാലയാണോ? അത് പാൽപ്പൊടിയാ. പ്രായമൊക്കെ ആയില്ലേ എന്ന് വിചാരിച്ച് വെറുതെ വിട്ടതാ. ഈ വഴി വന്നല്ലേ, ഒന്ന് കാണാന്ന് വിചാരിച്ചു. നടക്കാൻ വയ്യാത്ത അപ്പാപ്പ ഓടുന്നു. അപ്പാപ്പന്റെ ഈ കൊന്തത്തെ കുറിച്ച് ഞാൻ അപ്പനോട് പറഞ്ഞു കൊടുക്കണേട്ടാ. ക്ഷമിക്കും മക്കളെ. മാലാകി, ഞാൻ കുടിച്ചിട്ടില്ല, ഉമ്മാര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, എന്നെ വെറുതെ വിട്. മാലാക, ചേട്ടൻ നിർബന്ധിച്ചോനെ ഞാൻ കുടിച്ചത്. ചേട്ടനെ കൊന്നോ? എന്നെ വെറുതെ വിട്. എനിക്ക് KGF 3 കണ്ടിട്ട് ചത്താവത്. നിന്റെ ഒക്കെ എടുത്താണോ നിന്റെ കുട്ടിക്കളി? യാവേ, അവരെ ഒന്നും ചെയ്യരുത്. അങ്ങ് എന്നെ സ്വർഗത്തു നിന്നും പുറത്താക്കിയതല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങയുടെ വാക്ക് കേൾക്കണേ? നിന്നെ സൃഷ്ടിച്ചതും ഞാനാണ്. അവരെ ഒന്നും ചെയ്യരുത്. അവർ കുട്ടികളാണ്. അവർക്ക് അവരുടെ തെറ്റ് തിരുത്താനുള്ള അവസരം നൽകും. അവർക്ക് മാത്രമല്ല, പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയെയും
ശിക്ഷിക്കുകയല്ല, അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിന്റെ ധർമ്മം. വേഗം അതെല്ലാം പോയി ഒളിച്ചു കളി. യാവെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ വെറുതെ വിടുന്നു. ഇനി പാപം ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ മനുഷ്യർ ബലഹീനരാണ്. നമ്മൾ അവരോട് കരുണയുള്ളവരായിരിക്കണം. കൽപ്പന പോലെ യാവേ. എന്തൊക്കെ ഇവിടെ സംഭവിച്ചേ? പുള്ളി യാവൻ ഇടക്കിടക്ക് പറയണതല്ലോ, എന്ത് സംഭവം? കാറ്റീസം പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാ. യാവേന്ന് പറഞ്ഞത് ദൈവമാണ്. പുള്ളി ദൈവത്തിന്റെ അടുത്തായിരുന്നു സംസാരിക്കണ്ടായിരുന്നേ. ഓ എന്റെ പൊന്നു മക്കളെ, ഇന്നു മുതല് നിങ്ങൾ ഈ കള്ളൊന്നും തുടരുത്. ആരാ ഇത് പറയണേ? അപ്പാപ്പന് ഇതൊക്കെ നിർത്തണം. എനിക്കിനി അധിക കാലമൊന്നുമില്ലല്ലോ, ഞാൻ എന്തിനാ പിന്നെ ഇതൊക്കെ നിർത്തണേ? മാലാകെ, ദാ പാപം കള്ളു കുടിക്കുന്നേ. ടാടാ പതുക്കെ പറയടാ. ശരി ശരി, ഞാനും നിർത്തി കുടിയും വലിയൊക്കെ. കുടിക്കേണ്ട മാത്രം കാര്യമില്ല, പാപം ചെയ്യരുത്. കള്ളുകൂടിയും പാപമൊക്കെ ഇപ്പൊ ആരോഗ്യത്തിന് ഹാനികരാന്നിപ്പോ മനസ്സിലായില്ലേ? പാപം ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ ഒരു കറുത്ത മാലാക നമുക്കില്ലെങ്കിലും പാപങ്ങൾ ക്ഷമിക്കാൻ ഒരു ദൈവമുണ്ടെന്ന കാര്യം നാം മറക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ച് പാപങ്ങളിൽ വീഴാതെ നമുക്കിനിയുള്ള കാലം ജീവിക്കാൻ ശ്രമിക്കാം.